Hello everyone. Today we will be discussing some previous university questions which are not theory questions, questions based on module 5. Module 5 indexing എന്ന ടോപ്പിക് അപ്പോൾ ഫയൽ ഓർഗനൈസേഷൻ, സിംഗിൾ ലെവൽ ഇൻഡെക്സ്, മൾട്ടി ലെവൽ ഇൻഡെക്സ് ഈ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതെങ്കിൽ ഇതിൻ്റെ തിയറി പാർട്ട് ക്ലിയർ ആയിരിക്കണം. അത് ക്ലിയർ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള 3 വീഡിയോസ് ഉണ്ട്. ഫയൽ ഓർഗനൈസേഷൻ, ഫിസിക്കൽ ഓർഗനൈസേഷൻ, ദെൻ സിംഗിൾ ലെവൽ ഓർഡർ ഇൻഡെക്സ്, പ്രൈമറി ഇൻഡെക്സ്, സെക്കൻഡറി ഇൻഡെക്സ്, ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ്, ദെൻ മൾട്ടി ലെവൽ ഇൻഡെക്സ്. ആ വീഡിയോസ് കാണാം. അതല്ലെങ്കിൽ അതിൻ്റെ നോട്ട്സ് ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം ഈ സെഷൻ കാണാൻ, എന്നാലായിരിക്കും കൂടുതൽ ക്ലിയർ ആവുക. പ്രോബ്ലംസ് കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സെൻഡ് എ മെസ്സേജ്. നമുക്ക് ഡൗട്ട്സ് ഞാൻ പരമാവധി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പ്രോബ്ലമെങ്കിലും ഈ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് യൂണിവേഴ്സിറ്റി എക്സാം ദിസ് ടൈം, ബട്ട് എനിവേ our ultimate is not university exam alone, gaining some knowledge. So നമ്മൾ എന്തായാലും ഈ കൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ മനസ്സിലായെങ്കിൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആണെന്നാണ് അർത്ഥം. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കണമെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് മനസ്സിലാക്കണം. ഈ പ്രോബ്ലംസ് എല്ലാം കാണുമ്പോൾ ഏകദേശം ഒരേ പാറ്റേണിൽ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരെണ്ണം ശരിക്കും മനസ്സിലാക്കിയാൽ അതിൻ്റെ ഐഡിയ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും അടുത്തതും ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഡിഫറൻസുകളെല്ലാം ഓൾമോസ്റ്റ് ഒരു പ്രോബ്ലം തന്നെ. ഓൾമോസ്റ്റ് 10 മാർക്കോളം പ്രോബ്ലംസിൽ നിന്ന് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിലും ഈ മോഡിൽ നിന്ന് വന്നിട്ടുണ്ട്. 5 to 10 മാർക്സ് നല്ലൊരു ഏരിയ ആണിത് മാർക്ക് സ്കോർ ചെയ്യാനും. കാരണം പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയ ഫുൾ മാർക്ക്. തിയറി ആകുമ്പോൾ നമുക്ക് കുറേ എഴുതണ്ടേ. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ പോകാം. ഇന്ന് ഞാൻ പ്രോബ്ലം ചെയ്യാൻ മൗസ് കൊണ്ട് എഴുതല്ല, ടൈപ്പ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് എഴുതലാകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ, വായിക്കാനൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ലിബ്രെ ഓഫീസ് റൈറ്ററും ലിബ്രെ ഓഫീസ് ഇംപ്രസും വെച്ച് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഐ തിങ്ക് യു വിൽ ബി കംഫർട്ടബിൾ. പവർ പോയിന്റിൽ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും സൗകര്യം റൈറ്ററിൽ ടൈപ്പ് ചെയ്യായിരിക്കും. അപ്പോൾ ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ ഫയൽ വിത്ത് 2 lakh records. 2 lakh records. Consider a file with 2 lakh records stored with fixed length blocks of size 256 bytes. Each record is of 50 bytes. The primary key is 4 bytes and block pointer is 6 bytes. Compute the following assuming that multi-level primary index is used as access path. ഇപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് വലുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ഒരു ഫയൽ ഉണ്ട്, ഒരു ഡാറ്റ ഫയൽ. അതിൽ എത്ര റെക്കോർഡ്സ് ഉണ്ട്? 2 lakhs റെക്കോർഡ്സ് ഉണ്ട്. ആൻഡ് ബ്ലോക്കുകളെല്ലാം ഫിക്സഡ് സൈസ് ആയിട്ടുള്ള ബ്ലോക്കാണ്. 256 ബൈറ്റ്, 256 ബൈറ്റ് ആണ് സൈസ് ഓഫ് ഈച്ച് ബ്ലോക്ക്. ആൻഡ് സൈസ് ഓഫ് ഈച്ച് റെക്കോർഡ്, ഒരു റെക്കോർഡിൻ്റെ സൈസ്, ഡാറ്റ ഫയലിലെ ഒരു റെക്കോർഡിൻ്റെ സൈസ് 50 ബൈറ്റ്, 50 ബൈറ്റ്സ്. ദെൻ ദ ഡാറ്റ ഫയൽ ഹാസ് എ പ്രൈമറി കീ. ഒരു പ്രൈമറി കീ, ഒരു ഓർഡറിംഗ് ഫീൽഡ് ഉണ്ട്. ആൻഡ് ദ സൈസ് ഓഫ് ദാറ്റ് പ്രൈമറി കീ ഈസ് 4 ബൈറ്റ്സ്. ആൻഡ് സൈസ് ഓഫ് എ പോയിന്റർ ടു എ ബ്ലോക്ക് ഈസ് 6 ബൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നേരെ ആൻസർ ചെയ്യാൻ പോവാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യനും ആൻസറും കൂടി മിക്സ് ചെയ്യില്ല. നമുക്ക് ഈ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫയലിൽ നമ്പർ ഓഫ് റെക്കോർഡ്സ്. സോ നമ്പർ ഓഫ് റെക്കോർഡ്സ്, ഇൻ ഫയൽ ക്ലിയർ ആണ്. ഡാറ്റ ഫയൽ, 2 ഫയലാണ് ഇവിടെ, ഡാറ്റയും ഇൻഡെക്സും വരുള്ളൂ. അപ്പോൾ ഡാറ്റ ഫയൽ, അപ്പോൾ അതിനെ നമുക്ക് സ്മോൾ r will represent. And what is the total number of records in data file? 2 lakhs. That is given.
Then what else is given? Size of അല്ലെങ്കിൽ ഫിക്സഡ് ലെങ്ത് ഓഫ് ബ്ലോക്ക്. സോ ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫയൽ ആയാലും ഡാറ്റ ഫയൽ ആയാലും ബ്ലോക്കിൻ്റെ സൈസ് സെയിം ആയിരിക്കും. അപ്പോൾ ബ്ലോക്ക് സൈസ് ക്യാപിറ്റൽ B ദാറ്റ് ഈസ് ഈക്വൽ ടു 256 bytes. ഓക്കെ. ദെൻ വാട്ട് എൽസ് ഈസ് ഗിവൺ? റെക്കോർഡ് ഈസ് ഓഫ് 50 bytes. റെക്കോർഡിൻ്റെ ലെങ്ത് 50 byte ആണ്. റെക്കോർഡ് സൈസ് അത് ഡാറ്റ ഫയലിൽ ആണെങ്കിൽ ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഫയൽ എഴുതിയില്ലെങ്കിൽ ക്ലിയർ. റെക്കോർഡ് സൈസ് 50 bytes. ഓക്കെ. ഈ ഫോണ്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു, ആ പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. റെക്കോർഡ് സൈസ് 50 bytes. ദെൻ ഇനി നമുക്ക് പിന്നെ തന്നത് പ്രൈമറി കീ സൈസ് ഓഫ് കീ. പ്രൈമറി കീ സൈസ് ഓഫ് കീ ഫീൽഡ് നമുക്ക് ഇൻഡെക്സിങ്ങിനൊക്കെ അപ്പോൾ കീ ഫീൽഡാണ്. സൈസ് ഓഫ് കീ ഫീൽഡ് 4 bytes. പ്രൈമറി കീ ആണ് ഇവിടെ തന്നത്. പ്രൈമറി കീ ആണ് കീ ഫീൽഡായിട്ട് തന്നാണ്. ദെൻ സൈസ് ഓഫ് ബ്ലോക്ക് പോയിന്റർ ദാറ്റ് ഈസ് ഗിവൺ ആസ് 6 bytes. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും തന്നിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങനെ തന്നെ എഴുതിയിരുന്നുള്ളൂ. ഇതിൽ പുതുതായിട്ടൊന്നും അറിയാനില്ല. വാട്ട് എവർ ഈസ് ഗിവൺ ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ് അതായത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വെച്ച് എക്സാക്ട്ലി നമ്മൾ ഒരു ബ്രീഫായിട്ട് കൺസൈസ് ആയിട്ട് എഴുതി. ഓക്കെ. നൗ വി വിൽ ട്രൈ ടു ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ബ്ലോക്കിംഗ് ഫാക്ടർ ഓഫ് ഡാറ്റ റെക്കോർഡ്സ്. ബ്ലോക്കിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു? ബ്ലോക്കിംഗ് ഫാക്ടർ BFR ഈക്വൽ ടു ദാറ്റ് ഈസ് വാട്ട് ഈസ് BFR ഡെഫിനിഷൻ? നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്ക്. BFR ബ്ലോക്കിംഗ് ഫാക്ടർ BFR ഈക്വൽ ടു ഫ്ലോർ ഓഫ്. ഞാൻ ആദ്യം സെന്റൻസിൽ എഴുതാം. ബ്ലോക്കിംഗ് ഫാക്ടർ is number of records per block. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിലും ഞാനിത് എഴുതണ്ടാവില്ല. നിങ്ങൾക്ക് ആരെങ്കിലും പഴയ ടോപ്പിക്സ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അറിയാൻ. അതായത് നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ്സ് ആണ് ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഇതിനെ നമ്മൾ ചുരുക്കി എഴുതി ഇങ്ങനെ വരും. BFR ബ്ലോക്കിംഗ് ഫാക്ടർ BFR ഈക്വൽ ടു number of records per that is equal to block size capital B divided by capital R record size. ഡാറ്റ ഫയലിൻ്റെയാണ് ബ്ലോക്ക് സൈസും. ഇതിൽ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ഫ്ലോർ എടുക്കണം. ഫ്ലോർ എന്നുള്ളതിന് ആക്ച്വലി ഒരു സിമ്പിൾ ഉണ്ട്. രണ്ട് സൈഡിലും വെർട്ടിക്കൽ ബാർ ഇട്ടിട്ട് താഴെ മാത്രം ഹൊറിസോണ്ടലി ആ സിമ്പിൾ അറിയാം. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് എന്തുകൊണ്ട് ഫ്ലോർ എടുക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ B by R B എത്രയാണ്? 256 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ 256 ബൈ വാട്ട് ഈസ് R റെക്കോർഡ് സൈസ് 50. ഇപ്പോൾ 256 by 50 എന്ന് പറഞ്ഞാൽ 5 point സംതിങ് വരും. ബട്ട് ഫ്ലോർ എടുക്കുമ്പോൾ നമ്മൾ 5 point ഉള്ള ഡിസ്കാർഡ് ചെയ്യും, 5 മാത്രം. സോ BFR ഈസ് 5. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഫസ്റ്റ് question കഴിഞ്ഞു. I think it is clear. Now going to the second question. Blocking factor of index record. Blocking factor of index record അപ്പോൾ നമുക്ക് അതിനെ BFR I അതിനെ നമുക്ക് എവിടെയാ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാം. ബ്ലോക്കിംഗ് ഫാക്ടർ ഓഫ് ഇൻഡെക്സ് റെക്കോർഡ്. അപ്പോൾ അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഫ്ലോർ ഓഫ് ഇൻഡെക്സ് ബ്ലോക്ക് ആയാലും ഡാറ്റ ബ്ലോക്ക് ആയാലും എന്തായാലും ബ്ലോക്ക് സൈസ് ഫിക്സഡ് ആയിരിക്കും. ബട്ട് റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ബ്ലോക്കിൽ ഉണ്ടാകുന്ന റെക്കോർഡിൻ്റെ സൈസും ഡാറ്റ ഫയലിൽ ഉണ്ടാകുന്ന റെക്കോർഡിൻ്റെ സൈസും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ R അല്ല RI
അത് ഇൻഡെക്സ് റെക്കോർഡിന്റെ സൈസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബ്ലോക്ക് സൈസ് ഇൻഡെക്സിനായാലും ഡാറ്റ ഫയലിനും സെയിം ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എല്ലാത്തിനും ബ്ലോക്ക് സൈസ് സെയിം ആയിരിക്കും. ബട്ട് ഇൻഡെക്സ് റെക്കോർഡിന്റെ റെക്കോർഡ് സൈസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റെക്കോർഡിന്റെ സൈസ് അറിയണം, ഇൻഡെക്സ് റെക്കോർഡിന്റെ റെക്കോർഡ് സൈസ് അറിയണം. അപ്പോൾ അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് റെക്കോർഡിൽ 2 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. എന്തൊക്കെയാണ് 2 കമ്പോണൻസ്? ഒന്ന് ഒരു കീ ഫീൽഡും പിന്നെ ഒരു പോയിന്ററും. അപ്പൊ കീ ഫീൽഡിന്റെ സൈസ് പ്ലസ് പോയിന്ററിന്റെ സൈസ്, പോയിന്റർ സൈസ് പ്ലസ് കീ ഫീൽഡിന്റെ സൈസ്. അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ എത്രയാണ്? കീ ഫീൽഡിന്റെ സൈസ് ഓഫ് കീ ഫീൽഡ് 4 bytes and size of pointer, it's a block pointer here, 6 bytes. That is equal to 4 plus 6, so that is 10. So what will be the blocking factor of index record? Floor of blocking block size എത്രയാ? Block size is 256 divided by record size 10, that is equal to 25 point something. അപ്പോൾ ഫ്ലോർ എടുക്കുമ്പോൾ 25. Okay, that is clear. So second part കഴിഞ്ഞു. Now third question, number of data blocks. Number of data blocks ആണ് അടുത്തായിട്ട് കണ്ടത്. What is number of data blocks? അപ്പോൾ ഡാറ്റ ഫയൽ എത്ര ബ്ലോക്ക് ഉണ്ടാവും? അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടത് എന്താണ്? ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫയലിന്റെ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടു. ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ് ഉണ്ടെന്ന്. അപ്പോൾ ഒരു ബ്ലോക്കിൽ 5 റെക്കോർഡാണുള്ളത് നമുക്ക്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡാറ്റ ബ്ലോക്സ് അല്ലെങ്കിൽ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ബ്ലോക്ക് എത്ര റെക്കോർഡ്, ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ആർ. സോ ഡിവൈഡഡ് ബൈ ഒരു ബ്ലോക്കിലുള്ള നമ്പർ ഓഫ് റെക്കോർഡ്സ്. ഒരു ബ്ലോക്കിലുള്ള നമ്പർ ഓഫ് റെക്കോർഡ്സ് എത്രയാ? ദാറ്റ് ഈസ് BFR. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ BFR. ഇതിലെടുക്കുമ്പോൾ നമ്മൾ സിയിലാണ് വേണ്ടത്. നമ്പർ ഓഫ് ബ്ലോക്സ് സിയിൽ എന്ന് പറഞ്ഞാൽ അപ്പർ ഇതിലേക്ക് ബൗണ്ട് ചെയ്യണം. നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് 10ഉം ഒരു ബ്ലോക്കിലുള്ളത് 3 ആണെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര വരും? 3 പോയിന്റ് വരും അല്ലേ? 10/3. BFR 3 ആണ്, 10/3. അപ്പോൾ 3 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ 3 ബ്ലോക്ക് മതിയോ? ഫ്ലോർ എടുക്കുക വെച്ചാൽ 3 പോരാ. 3 ആകുമ്പോൾ 9 റെക്കോർഡ്സ് ആവുള്ളൂ. അപ്പോൾ 10ാമത്തെ റെക്കോർഡ്സിന് വേണ്ടി നമുക്ക് 4ാമത്തെ ഒരു ബ്ലോക്കും കൂടി വേണം. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബ്ലോക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അപ്പറിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. അതേസമയം നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ എ ബ്ലോക്ക് അൺസ്പാൻഡ് ആകുമ്പോൾ നമുക്ക് ഒരു ലാസ്റ്റത്തെ റെക്കോർഡ് വെച്ച് അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അത് പാർട്ടാണെങ്കിൽ അവിടെ പറ്റില്ല, ഒരു ഫുൾ റെക്കോർഡ് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പഴയ പാർട്ട് കളഞ്ഞിട്ടുള്ള ഓൾ ഇൻറ്റീജർ ആണ് എടുക്കുക. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ 10/3 എന്നുള്ള എക്സാമ്പിൾ 3 പോയിന്റ് വരും. അപ്പോൾ 3 ബ്ലോക്സ് പോരാ, നമുക്ക് ടോട്ടൽ 4 ബ്ലോക്സ് ഉണ്ടെങ്കിലാണ് 10 റെക്കോർഡ്സും പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ 6, അതിന് ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് എത്രയാ? ഡാറ്റ ഫയലിൽ 2 lakh ആണ്. 2 lakh. സോ ആൻഡ് ആക്ച്വലി എനിക്ക് പ്രോബ്ലം ഫുള്ള് സോൾവ് ചെയ്ത് നേരെ ഇട്ട് കാണിക്കായിരുന്നൊരു സ്ലൈഡിൽ. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ട ചിലവർ കമൻറ്റ് പറയുന്നത് പ്രോബ്ലം പെട്ടെന്ന് മനസ്സിലായില്ല എന്ന്. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ ചില കാൽക്കുലേഷൻസ് ഞാൻ ഡയറക്റ്റ് ആൻസർ എഴുതുകയാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തോ. കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല, സിമ്പിൾ ഡിവിഷൻസ് ആണ്. ഇപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ബ്ലോക്കിംഗ് ഫാക്ടർ ഫോർ ഡാറ്റ ഫയൽ 5. അപ്പോൾ 2 lakh ഡിവൈഡ് ബൈ 5, that is 40,000. 40,000 ബ്ലോക്സ് ആണ് എന്തിലുള്ളത്? ഡാറ്റ ഫയലിൽ സ്റ്റോർ ചെയ്യാൻ ആവശ്യമുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 4ാമത്തെ പാർട്ട്, നമ്പർ ഓഫ് ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ബ്ലോക്ക്. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? അസ്യൂമിങ് ദാറ്റ് മൾട്ടി ലെവൽ പ്രൈമറി ഇൻഡെക്സ് ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ മൾട്ടി ലെവൽ പ്രൈമറി ഇൻഡെക്സിൻ്റെ എന്താണെന്ന് അറിയണം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് മൾട്ടി ലെവൽ പ്രൈമറി ഇൻഡെക്സ്. ഇവിടെ എങ്ങനെയാണ് ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവുക? ഓരോ ഡാറ്റ ഫയലിൽ എത്ര ബ്ലോക്ക് ഉണ്ടോ
ആ ബ്ലോക്കിന് അത്ര എൻട്രീസ് ആണ്, ഓരോ ബ്ലോക്കിലേക്ക് ഒരു പോയിന്റർ അല്ലേ. ഡാറ്റ ഫയലിൽ എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും ബ്ലോക്കിലേക്കാണ് ഫസ്റ്റ് ലെവലിൽ പോയിന്റർ ഉണ്ടാവുക. സെക്കൻഡ് ലെവലിൽ എത്ര പോയിന്റർ ഉണ്ടാവുക, ഇവിടെ എത്ര ഇതുണ്ടോ അതായിരിക്കും. അപ്പൊ ഈ എക്സാമ്പിളിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 അല്ലേ, 2 4 13 ബ്ലോക്സ് ആണ് ഇവിടെ ഉള്ളത്. ഒരു ബ്ലോക്കിൽ 2, ഇത് ഡാറ്റ ഫയലും ഇത് ഇൻഡെക്സ് ഫയലാണ്. അപ്പോൾ ഒരു ഇൻഡെക്സിൽ എത്ര എണ്ണാണുള്ളത്, 4 റെക്കോർഡ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ സാധാരണ കാണാൻ ഈ മൾട്ടി ലെവൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ 2 ലെവലാണ് കേട്ടോ, സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ലെവലിൽ നമുക്ക് എത്ര ഇൻഡെക്സ് ബ്ലോക്ക് ഉണ്ടോ അതിന് ബേസ് തന്നെ അടുത്ത് സെക്കൻഡ് ലെവൽ വരിക. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഇൻഡെക്സിൽ നിന്ന് 2 പോയിന്റർ വരുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും. മീൻസ് ഒരു ഇൻഡെക്സിൽ 2 എൻട്രി, ഇവിടെ നമുക്ക് 4 എണ്ണാണ് ഒരു ഇൻഡെക്സിൽ, ഏകദേശം ഈ ഫോർമാറ്റിൽ വരും. ഇങ്ങനെ, അതായത് ഇതാണ് ഡാറ്റ ഫയല്. ഈ ഡാറ്റ ഫയൽ 1 2 3 ഇവിടെയും കൂടി വരുമ്പോൾ 8 ബ്ലോക്ക്, ഓരോ ബ്ലോക്കാണ് ഇത് കാണിക്കുന്ന ഒരു ബ്ലോക്ക്. 8 ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ലെവൽ ഇൻഡെക്സിൽ എത്ര ഉണ്ടാവും, 8. സെക്കൻഡ് ലെവൽ ഇൻഡെക്സിൽ എത്ര ഉണ്ടാവും, ബൈ 2 അല്ല, ഫസ്റ്റ് ലെവൽ ഇൻഡെക്സിൽ 8 എൻട്രീസ് ഇപ്പോൾ ഓരോന്നിലും 2 പോയിന്റ് ആണെങ്കിൽ 4 ഇൻഡെക്സ് ബ്ലോക്ക് ആണ്, ഓരോന്നിലും 2 എണ്ണം ഇതല്ലേ. അപ്പോൾ 4, ഇവിടെ 4, ഇവിടെ 2, അടുത്തേലാൻ പോകുന്നത്, അങ്ങനെയാണ് പോണത്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2, 2 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡ് ബൈ 2 2, 2 ഡിവൈഡ് ബൈ 2 1, ആ രീതിയിലാണ് പോകുന്നത്. അത് എത്രയാണോ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ഇൻഡെക്സ്, നമ്പർ ഓഫ് ബ്ലോക്സ്, നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ഇൻഡെക്സ്, ഇൻഡെക്സിൻ്റെ ഒരു ബ്ലോക്കിൽ ഈ ബ്ലോക്കിൽ എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും ആ ഫാക്ടർ വെച്ചിട്ടാണ് കുറയുന്നത്. ഇപ്പം ഇവിടെ 4, അപ്പോൾ ഇതിൽ ഈ എക്സാമ്പിൾ 2 ആണല്ലോ, അപ്പോൾ അടുത്തതിൽ 2, അടുത്തതിൽ 1. ഇവിടെ നോക്കി, ഇവിടെ 4, 4 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ 1. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കഴിഞ്ഞു. അതേസമയം ഇവിടെ ഇതിവിടെ 13 റെക്കോർഡ്സ് ഉണ്ടായിരുന്നുള്ളൂ. 13 റെക്കോർഡ്സിന് 4 എണ്ണത്തിൽ പറ്റും, കാരണം 16 വരെ 4 എണ്ണത്തിൽ പറ്റും. അപ്പോൾ 4 എണ്ണം മതി അടുത്തേലാൻ പോകുന്നത്. അതേസമയം ഇവിടെ ഒരു 40 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, 40 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ 4 എണ്ണം വെച്ച് നമുക്ക് ഇവിടെ 10 എണ്ണം വേണം. ആ 10 എണ്ണത്തിന് ഇൻഡെക്സ് ചെയ്യാൻ 10/4 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം വേണം. ആ 3 എണ്ണത്തിന് ഇൻഡെക്സ് ചെയ്യാൻ 1 എണ്ണം വേണം. ആ രീതിയിലാണ് പോവുക. ഓക്കെ, ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് മൾട്ടി ലെവൽ ഇൻഡെക്സ്. അപ്പോൾ ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ബ്ലോക്സ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് അതിൽ ഡാറ്റ ഫയലിന് തൊട്ടടുത്ത് നിൽക്കുന്ന ലെവൽ. അവിടെ എത്ര ഇൻഡെക്സ് ബ്ലോക്ക് ഉണ്ടായിരിക്കും, അതിനാദ്യം നമ്പർ ഓഫ് ഇൻഡെക്സ് എൻട്രീസ്, ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് എൻട്രീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓരോ ബ്ലോക്കിലേക്കാണ് ഒരു പോയിന്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ഡാറ്റ ഫയൽ. അതിന് നമ്മളിവിടെ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഡാറ്റ ബ്ലോക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി, എത്രയാ, 40,000. ഇപ്പോൾ നമ്പർ ഓഫ് ഇൻഡെക്സ് എൻട്രീസ് 40,000 ആണ്. 40,000 റെക്കോർഡ്സ് ആണ് ഫസ്റ്റ് ലെവൽ ഇൻഡെക്സിൻ്റെ ബ്ലോക്കിൽ ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് ലെവൽ ഇൻഡെക്സിൻ്റെ ഒരു ബ്ലോക്കിൽ ഉണ്ടാവുക 40,000 എൻട്രീസ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലോക്ക് ഉണ്ടായിരിക്കും, 40,000. ഒരു റെക്കോർഡിൻ്റെ സൈസ് ഇൻഡെക്സിൻ്റെ എത്ര, അത് നമ്മളിവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ട്, 10 bytes. അപ്പോൾ ഇൻഡെക്സിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ എത്ര, അതും നമ്മൾ കണ്ടിട്ടുണ്ട്, 25. പിന്നെ നമ്പർ ഓഫ് ഫസ്റ്റ് ലെവൽ
ഇൻഡെക്സ് ബ്ലോക്സ്. ഫസ്റ്റ് ലെവലുള്ള ബ്ലോക്ക് B1 എന്ന് വേണമെങ്കിൽ പറയാം. B1 എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്രയാണ് നമ്പർ ഓഫ് റെക്കോർഡ്സ്? B ഡിവൈഡഡ് ബൈ BFRI. അതിൻ്റെ സീലാണ് എടുക്കേണ്ടി വരിക. സോറി, ബി എന്നുള്ള ടേമല്ല ഇവിടെ നല്ലത്, RI എന്ന് പറയാം. നമ്മൾ സെയിം ഇതിൽ R/BFR എന്ന് ചെയ്തില്ല, നമ്പർ ഓഫ് ഡാറ്റ ബ്ലോക്സ്. അപ്പോൾ നമ്പർ ഓഫ് ഇൻഡെക്സ് ബ്ലോക്സിന് നമ്പർ ഓഫ് ഇൻഡെക്സ് എൻട്രീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡെക്സ് റെക്കോർഡ്സ്. ഇതിനെ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ചെയ്യാം. യു ക്യാൻ മേക്ക് ഇറ്റ് അറ്റ് സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, RI/BFRI. RI എത്രയാ? 40,000 ഡിവൈഡ് ബൈ BFRI. അത് ഇൻഡെക്സ് ബ്ലോക്കിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ. ആ ഇൻഡെക്സിൽ ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ്സ് ഉണ്ടാവും? 25. അപ്പോൾ ഇൻഡെക്സിൻ്റെ ഒരു ബ്ലോക്കിൽ 25 റെക്കോർഡ്സ് ആണ്. ടോട്ടൽ ഇൻഡെക്സ് റെക്കോർഡ്സ് 40,000. അപ്പോൾ 40,000 by 25, that is equal to what is the value? 40,000 by 25, 1600. Okay, 1600. അതാണ് നമ്പർ ഓഫ് ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ബ്ലോക്സ് B1 ഈക്വൽ ടു സീൽ ഓഫ്. ഇതിൽ നമുക്ക് സീൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട് മൾട്ടിപ്ലൈൻ്റെ സീലായിട്ട് റൗണ്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ബ്ലോക്സ്. ഇപ്പോൾ ആൻസറും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ലെവൽസ് ഓഫ് മൾട്ടി ലെവൽ ഇൻഡെക്സ്. ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. ഈ ഐഡിയ മനസ്സിലാക്കി ഇനി അടുത്ത പ്രോബ്ലംസിനൊക്കെ ഇത് ആവശ്യം വരും. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഇപ്പോൾ കാണിച്ചൊരു ഐഡിയ. അതായത് നമ്മളെപ്പോഴാണ് ഓരോ ലെവൽസ് ഇൻഡെക്സ് ഒറ്റ ബ്ലോക്കിൽ ഇൻഡെക്സ് കൊള്ളുമ്പോഴാണ് നമ്മൾ മൾട്ടി ലെവലിൽ ലെവൽസ് നിർത്തുക. 1 ലെവല്, 2 ലെവല്, 3 ലെവൽ, അങ്ങനെ. ഇപ്പോൾ ഇവിടേക്ക് ആദ്യത്തെ ലെവൽ വന്നു, അടുത്ത ലെവൽ. ഇപ്പോൾ ആദ്യത്തെ ലെവലിൽ 10 ഇൻഡെക്സ് ബ്ലോക്കുകളാണ്, അടുത്ത ലെവലാകുമ്പോൾ 3 ഇൻഡെക്സ് ബ്ലോക്കുകൾ, അടുത്ത ലെവലാകുമ്പോൾ 1. ഇപ്പോൾ ഈ എക്സാമ്പിൾ ആണെങ്കിൽ ആദ്യത്തെ ലെവലിൽ 4 ഇൻഡെക്സ് ബ്ലോക്കുകൾ, അടുത്ത ലെവൽ 1. അപ്പോൾ ഒരു ഇൻഡെക്സ് ബ്ലോക്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ള അത് എത്തിക്കഴിഞ്ഞാൽ അതാണ് ടോപ്പ് ലെവല്. അപ്പോൾ നമ്മൾ അതിങ്ങനെ ചെയ്തുകൊണ്ട് പോകണം. എപ്പോഴാണ് നമ്പർ ഓഫ് ബ്ലോക്സ് 1 ആവുന്നത് അതാണ് ലാസ്റ്റ് ലെവല്. ഇപ്പം നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻഡെക്സിൻ്റെ കാണാനുള്ള മെത്തേഡ് ഇപ്പോൾ മനസ്സിലായി. നമ്മളിപ്പോൾ ചെയ്തു. നമ്പർ ഓഫ് ബ്ലോക്സ് എങ്ങനെ കാണുന്നത്? ഇൻഡെക്സിൻ്റെ നമ്പർ ഓഫ് ബ്ലോക്സ് ഫസ്റ്റ് ലെവൽ B1 എന്ന് പറയുന്നത് സീൽ ഓഫ് RI/BFRI. എത്ര ഇതുണ്ട്? ഡിവൈഡ് ബൈ BFRI. RI എന്ന് പറയുന്നത് ആ ലെവലിലുള്ള ഇൻഡെക്സ് റെക്കോർഡ്സിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ അടുത്ത ലെവലിൽ എത്ര റെക്കോർഡ്സാണ് ഉണ്ടാവുക? ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ 10 ഇൻഡെക്സ് ബ്ലോക്കുകളാണുള്ളതെങ്കിൽ അതായിരിക്കും അടുത്ത ലെവലിലുള്ള നമ്പർ ഓഫ് എൻട്രീസ്, അല്ലേ? അത് രണ്ടും റിലേറ്റഡ് ആണ്. ഒരു ലെവലിൽ എത്ര ഇൻഡെക്സ് ബ്ലോക്കുകളുണ്ടോ അതിൻ്റെ അടുത്ത ലെവലിൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത്രയും ബ്ലോക്കുകളായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. B1 എന്ന് പറയുന്ന ലെവലിൽ എത്ര ഇൻഡെക്സ് ബ്ലോക്കുകളുണ്ടോ അതായിരിക്കും B2 എന്ന ലെവലിൽ നമ്പർ ഓഫ് എൻട്രീസ്, ഈ RI എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ നമ്പർ ഓഫ് ഓക്കെ number of second level
ലെവൽ ഇൻഡെക്സ് ബ്ലോക്സ് B2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ എത്ര ബ്ലോക്ക് ഉണ്ടോ അതിന് വേണ്ടി നമുക്ക് R2 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ബട്ട് R2 എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ടു നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ പ്രീവിയസ് ലെവൽ. അപ്പോൾ B1 ഡിവൈഡഡ് ബൈ BFR, ഇൻഡെക്സിന്റെ BFR. അത് ഏത് ലെവലായാലും BFR സെയിം ആണ്, കാരണം ഇൻഡെക്സിലെ റെക്കോർഡിന്റെ സൈസ് 25 തന്നെയാണ്. അപ്പോൾ റെക്കോർഡിന്റെ സൈസ് അല്ല, റെക്കോർഡ് സൈസ് 10 ബൈറ്റ്സും BFR എന്ന നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്ക്, ഒരു ഇൻഡെക്സ് ബ്ലോക്കിലുള്ള നമ്പർ ഓഫ് റെക്കോർഡ്സ് 256/10 25 തന്നെയാണ്. അപ്പോൾ അത് ഏത് ബ്ലോക്ക് ആയാലും, ഫസ്റ്റ് ലെവലായാലും സെക്കൻഡ് ലെവലായാലും തേർഡ് ലെവലായാലും ഏത് ലെവലായാലും സെയിം ആണ്. അപ്പോൾ B1/BFRI. സോ വാട്ട് ഈസ് B1? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 1006/BFRI 25, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ദാറ്റ് വിൽ ബി 64. ഓക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻഡെക്സ് ബ്ലോക്ക് 1 ആവണ വരെ അത്രയും ലെവൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്പർ ഓഫ്, അടുത്തത് നമുക്ക് ഡയറക്റ്റ് നമ്പർ ഓഫ് തേർഡ് ലെവൽ ഇൻഡെക്സ് ബ്ലോക്സ് B3, ദാറ്റ് ഈസ് ഈക്വൽ ടു seal ഓഫ്, ഇതേ ഫോർമാറ്റിൽ seal ഓഫ് B2. പ്രീവിയസ് ബ്ലോക്കിൽ എത്രയുണ്ടോ ഡിവൈഡ് ബൈ BFRI. B2ലുള്ളത് 64 ഡിവൈഡ് ബൈ BFRI 25, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരാ? 2 പോയിന്റ് സംതിങ്. 2 പോയിന്റ് ആകുമ്പോൾ നമ്മൾ സീൽ എടുക്കണം. അപ്പോൾ 3. അപ്പോഴും 1 ആയില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു ലെവലിലേക്കും കൂടി പോകണം. നമ്പർ ഓഫ് ഫോർത്ത് ലെവൽ ഇൻഡെക്സ് ബ്ലോക്സ് B4 ഈക്വൽ ടു seal ഓഫ് B3. തേർഡ് ലെവൽ എത്ര ബ്ലോക്ക് ഉണ്ടോ അത്ര എൻട്രീസ് ആണ് ഫോർത്ത് ലെവൽ ഇൻഡെക്സിൽ വരിക. അപ്പോൾ അതുകൊണ്ടാണ് അതെടുക്കാൻ കാരണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ BFR ഇൻഡെക്സ് സെയിം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പോയിന്റ് ആണ്. റൗണ്ട് ചെയ്യുമ്പോൾ 1. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫോർത്ത് ലെവലിലാണ് ഒരു ഇൻഡെക്സ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുക. അപ്പോൾ ഒറ്റ ഇൻഡെക്സ് ബ്ലോക്ക് കൊണ്ട് ഇൻഡെക്സ് ആക്സസ് വരിക. അപ്പോൾ 4 ലെവൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ലെവല്, രണ്ടാമത്തെ ലെവല്, മൂന്നാമത്തെ ലെവല്, നാലാമത്തെ ലെവല്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലെവൽസ് is equal to 4. That's answer. ഇത് വന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, എവിടെയാണിത് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത്, ഏതെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് പറയാം. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Suppose we have an ordered file with 4 lakh records stored on a disk with a block size 4096 bytes. File records are of fixed size and are unspanned with record length 200 bytes. How many blocks are needed for the file? Approximately how many block access are required for binary search in this file? On an average, how many block accesses are required for a linear search if the file is not ordered? ഈ ക്വസ്റ്റ്യനിൽ 3-4 പാർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ള കാര്യങ്ങൾ? We have an ordered file with 4 lakhs records. We have an ordered file with 4 lakh records. അപ്പോൾ എന്താണ് റെക്കോർഡ്സ്? നമ്പർ ഓഫ് റെക്കോർഡ്സ് സ്മോൾ r ആണ്. നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ ഡാറ്റ ഫയൽ. ഞാനിനി അത് എക്സ്പാൻഡ് ചെയ്തില്ല. r ഈക്വൽ ടു 4 lakh. ഓക്കെ. ദെൻ വാട്ട് ഈസ് ഗിവൺ? block size b equal to 4096 bytes. Then file fixed size ആണ് unspanned എന്ന് പറയുന്നത്. record length size of a record capital R is equal to
200 bytes. അടുത്തത് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബ്ലോക്സ് ആർ നീഡഡ് ഫോർ ദ ഫയൽ. അപ്പോൾ ഫയലിന് എത്ര ബ്ലോക്ക് വേണമെന്നറിയണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ് ഉണ്ട് എന്നറിയണം. അപ്പോൾ ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ്, നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്ക്, അതാണ് BFR, ബ്ലോക്കിംഗ് ഫാക്ടർ. BFR ഈക്വൽ ടു ഫ്ലോർ ഓഫ് നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്ക് ആണ്. അപ്പോൾ ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ record size. Okay, that is equal to what is block size? ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൺഫ്യൂസ് ചെയ്ത്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഒരു റെക്കോർഡിൻ്റെ സൈസ് എത്രയാണെന്നാണ്. സ്മോൾ ആർ കൊണ്ട് ഇവിടെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റെക്കോർഡ്സിൻ്റെ ഫയലാണ്. അപ്പോൾ എഴുതൽ മാറിപ്പോയ വ്യത്യാസം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നൊട്ടേഷൻസ് ഉപയോഗിക്കാം. ബട്ട് ജനറലി ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിരുന്നത്, ഈ നൊട്ടേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. 4096 ആണ് ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ് 200. 4096 ഡിവൈഡ് ബൈ 200 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ കം 20 പോയിന്റ് സംതിങ്. ബട്ട് ഫ്ലോർ ആകുമ്പോൾ നമ്മൾ 20ലേക്ക് റൗണ്ട് ചെയ്യും, 20 പോയിന്റ് സംതിങ് വരും, 20. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഹൗ മെനി ബ്ലോക്സ് ആർ നീഡഡ് ഫോർ ദ ഫയൽ. ഇപ്പൊ നമുക്ക് കിട്ടിയത് BFR എന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ് ഫാക്ടർ. ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ്സ് ഉണ്ട്? അപ്പോൾ 20. നമുക്ക് ആകെ എത്ര റെക്കോർഡ് ഉണ്ട്? 4 lakhs. അപ്പോൾ 4 lakh റെക്കോർഡ്സിന് എത്ര ബ്ലോക്ക് വേണം? ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ ഒരു ബ്ലോക്കിലുള്ള റെക്കോർഡ്സിൻ്റെ എണ്ണം. സിമ്പിൾ മാത്തമാറ്റിക്സ്. സോ നമ്പർ ഓഫ് blocks in the file is equal to 4 maybe നമുക്ക് ഇക്വേഷൻ ഫോർമാറ്റിൽ സ്മോൾ r ഡിവൈഡഡ് ബൈ BFR. അതിൻ്റെ സിയിൽ എടുക്കണം. കാരണം ഞാൻ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പറഞ്ഞു നമ്പർ ഓഫ് ബ്ലോക്സ് ആകുമ്പോൾ എപ്പോഴും അപ്പറിലേക്കാണ് റൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു സീൽ ഓഫ് 4 divided by 4096 20. That is equal to 20,000. Okay, so we have completed this part. How many blocks are needed in the file? Number of blocks needed in the file are 20,000. Now next part of the question, approximately how many block access are required for binary search in the file? അപ്പോൾ ബൈനറി സെർച്ച് വേണമെങ്കിൽ എന്തായാലും ഫയൽ ഓർഡേഡ് ആയിരിക്കണം. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സപ്പോസ് വി ഹാവ് ആൻ ഓർഡേഡ് ഫയൽ. അപ്പോൾ എന്തായാലും ബൈനറി സെർച്ച് പറ്റും. അപ്പോൾ ബൈനറി സെർച്ച് ആകുമ്പോൾ ബൈനറി സെർച്ചിൻ്റെ കോംപ്ലക്സിറ്റി എന്താ? ബൈനറി സെർച്ച് നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് ഇൻ ബൈനറി സെർച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു logarithm to the base 2 log 2 number of blocks in the file. അപ്പോൾ ഈ നമ്പർ ഓഫ് ബ്ലോക്സിന് നമുക്ക് കഴിഞ്ഞ എക്സാമ്പിൾ B എന്നാണ് നൊട്ടേഷൻ ചെയ്തിട്ടുണ്ട്. B ഡാറ്റ ഫയലിലെ നമ്പർ ഓഫ് ബ്ലോക്സിന് B എന്നും, ഇൻഡെക്സ് ആണെങ്കിൽ ഓരോ ലെവലിൽ B1 B2 അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ അതേ നൊട്ടേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. log 2 B 2 ലോഗരിതം ബേസ് ആണ്, അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആക്കാം. ഓക്കെ, log 2 B. ഓക്കെ, that is equal to log control V log 2 what is here 20,000. ഇപ്പോൾ log 2 20,000 നമുക്ക് എക്സാക്ട് വാല്യൂ അറിയണ്ടല്ലോ. അതെങ്ങനെ log 2 20,000 ആണ്? log 2 raised to 10 1024 ആണ്. അപ്പോൾ 2 raised to 11 2048 വരും. 2 raised to 12 4096 വരും. അങ്ങനെ വരുമ്പോൾ 2 raised to 15 എന്ന് പറയുമ്പോൾ 32,000 വരും. 2 raised to 14 ആകുമ്പോൾ 16,000 അവരാ. അപ്പോൾ 16,000 32,000 ഇടയിലാണ് ഇത് എന്ത് വരുന്നത്? 20,000 വരും. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, log 2 raised
2 raised to 15. Well, log 2 raised to 15, that's equal to 15. അപ്പോൾ 15 നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് ആണ് ഈ ഫയലിൽ ബൈനറി സെർച്ച് ചെയ്യുകയാണെങ്കിൽ വരിക ഓൺ ആൻ ആവറേജ്. ബൈനറി സെർച്ച് ആണെങ്കിൽ ലോഗ് 2 നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്. അപ്പോൾ 15. അപ്പോൾ നമ്മുടെ ഡാറ്റ ഫയലിൽ 20,000 ബ്ലോക്സ് ഉണ്ടെങ്കിലും ഒരു 15 ബ്ലോക്സ് ആണ് നമുക്ക് മാക്സിമം സെർച്ച് ചെയ്യേണ്ടി വരുള്ളൂ. അതിനുള്ളിൽ നമുക്ക് സെർച്ച് റിസൾട്ട് കിട്ടും, കാരണം ഇത് ബൈനറി സെർച്ച് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത പാർട്ടും ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ബ്ലോക്ക് ആക്സസ് ആർ റിക്വയർഡ് ഫോർ ബൈനറി സെർച്ച്. അടുത്ത വെച്ച് ഓൺ ആൻ ആവറേജ് ഹൗ മെനി ബ്ലോക്ക് ആക്സസ് ആർ റിക്വയർഡ് ഫോർ ലീനിയർ സെർച്ച്. നമുക്ക് ഈ ഫയൽ ഇസ് നോട്ട് ഓർഡേഡ്. ഓർഡേഡ് ആണെങ്കിൽ നമുക്ക് ബൈനറി സെർച്ച് എന്തായാലും ചെയ്യാം. അപ്പോൾ ഓർഡർ അല്ല എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലീനിയർ സെർച്ച് ആണ് ചെയ്യാൻ പറ്റുക. ലീനിയർ സെർച്ചിൻ്റെ ആവറേജ് കോംപ്ലക്സിറ്റി എന്താ? ലീനിയർ സെർച്ച് ആകുമ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഈ ഇൻഡെക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ലീനിയർ സെർച്ച് ആണെങ്കിൽ n/2 അല്ലെങ്കിൽ ബ്ലോക്ക് /2. അപ്പം നമ്പർ ഓഫ് ബ്ലോക്സ് എത്ര? 20,000/2. ആവറേജ് 10,000 ആയിരിക്കും നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ്. കാരണം ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യണത് ഡാറ്റ അല്ലെങ്കിൽ റെക്കോർഡ് ലാസ്റ്റ് ബ്ലോക്കിലാണെങ്കിൽ നമുക്ക് 20,000 ബ്ലോക്സും സെർച്ച് ചെയ്യേണ്ടി വരും. അതേസമയം ഫസ്റ്റ് ബ്ലോക്കിലാണെങ്കിൽ ഒരെണ്ണം മാത്രം സെർച്ച് ചെയ്താൽ മതി. അതേസമയം ലാസ്റ്റ് മുമ്പത്തെ ആണെങ്കിൽ 19,999 ബ്ലോക്സും സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 10,000 ആണ് വരിക. അപ്പോൾ ലീനിയർ സെർച്ച് ആകുമ്പോൾ ആവറേജ് നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് ലീനിയർ സെർച്ച് ആണ് 10,000. അതേസമയം ബൈനറി സെർച്ച് ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി 15. വളരെയധികം വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഈ സെർച്ചും ഓർഡേഡ് ഫയലായാലും അല്ലാത്ത അൺഓർഡേഡ് ഫയൽ ആകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഇപ്പോൾ മനസ്സ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത്രയധികം വ്യത്യാസമുണ്ട്. On an average, how many block access are required for a linear search if the file is not ordered? That is 10,000. Okay, clear അല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോറി, വാട്ട് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ 3. അതായത് എക്സാമിൽ വന്ന ബി പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസ്ഡ് ഓൺ ദ എബോവ് ക്വസ്റ്റ്യൻ ഗിവ് ആൻ എക്സാമ്പിൾ ടു ഇല്ലുസ്ട്രേറ്റ് ദാറ്റ് ഇൻഡെക്സിംഗ് ക്യാൻ ഇംപ്രൂവ് സെർച്ച് ടൈം. ഇൻഡെക്സിംഗ് ക്യാൻ ഇംപ്രൂവ് സെർച്ച് ടൈം. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ അവർ ഇൻഡെക്സിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മളോട് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡെക്സിംഗ് ഉണ്ടെങ്കിൽ ഈ സെർച്ച് ടൈം കൂടും. അതായത് ഫോർ എക്സാമ്പിൾ ബൈനറി സെർച്ച് തന്നെ എടുക്കുമ്പോൾ 15 ഇവിടെ വരുന്ന ബ്ലോക്ക് ആക്സസ്, അതിനേക്കാളും സെർച്ച് ടൈം കൂടുന്നല്ല, സെർച്ച് ടൈം ഇംപ്രൂവ് ആവും, അതായത് ടൈം കുറയും. അപ്പോൾ ഇൻഡെക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ടൈം ഇംപ്രൂവ് ആവും എന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമുക്ക് ordered file ആണ്. So I will assume there is I'll write in this way. Assume file is ordered and primary index is used for. Assume file is ordered and primary index is used for indexing. So if we have primary index, number of index entries are I. What is the number of index entries in primary index? Primary index number of index entries is equal to number of blocks in the actual data file. Number of blocks in the actual data. What is the number of blocks? We have already seen number of blocks in the file is 20,000. Now we need to see the number of index blocks BI. Index സ്റ്റോർ ചെയ്യാൻ എത്ര ബ്ലോക്ക് വേണമെന്നുള്ളതാണ് അടുത്തായിട്ട് കണ്ടുപിടിക്കുന്നത്. So number of index blocks BI, already previous question we have seen number of index blocks BI is equal to ceil of B1 first level and we have only primary index, so only one level, so first level is the only level. So what is RI? That is 20,000
divided by what is BFRI. BFRI is number of blocking factor for index. Blocking factor index എന്ന് പറഞ്ഞാൽ number of blocks per record, number of records per block. Number of records per block ആണ് blocking factor. അപ്പോൾ number of records per block. അപ്പോൾ BFRI നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സോ BFRI is equal to number of records per block. What is the total number of records? That is RI. The BFR is block size divided by record size. അപ്പോൾ record size ഇൻഡെക്സിൻ്റെ record size. What is block size? Block size 4096 byte. Divided by what is record size? Record size 200 bytes എന്ന് പറയുന്നത് ഡാറ്റ ഫയലിൻ്റെ ആണ്. അപ്പോൾ ഇൻഡെക്സ് ഫയലിൻ്റെ record size അത് നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ give an example. We can give our own example. അപ്പോൾ നമ്മൾ we need to assume key field size and pointer size. ഇൻഡെക്സ് ഫയലിൽ രണ്ട് ഫീൽഡ്സ് ആണ് ഉണ്ടാവുക. ഒന്ന് കീ ഫീൽഡും രണ്ട് പോയിന്റർ ഫീൽഡും. അതിൻ്റെ രണ്ടിൻ്റെ സൈസാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തു. അതിൻ്റെ രണ്ടിൻ്റെ സൈസാണ് ഇതിൻ്റെ സമ്മായിട്ട് ഒരു റെക്കോർഡിൻ്റെ സൈസായിട്ട് വരും, ഒരു ഇൻഡെക്സ് റെക്കോർഡിൻ്റെ. അപ്പോൾ കീ ഫീൽഡിൻ്റെ സൈസ് ഇത് അസംഷൻ ആണ്. വി അസ്യൂം ഇറ്റ് ആസ് 15 ആൻഡ് പോയിന്റർ സൈസ് 5 because they have not given anything, and we are asked to just give an example to illustrate the indexing improves search time. 15 plus 5. So what is RI? RI will be equal to 15 plus 5. That's equal to 20. So B by RI 4096 by 20, that is equal to 204. I think you can try. BFRI ആകുമ്പോൾ ബ്ലോക്കിംഗ് ഫാക്ടർ കാണുമ്പോൾ നമ്മൾ ഫ്ലോർ ആണ് ചെയ്യേണ്ടത്. So you may be getting 204 point something. So 204. ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇൻഡെക്സ് ബ്ലോക്സ് കാണാം. seal of RI divided by BFRI. So RI is number of index entries 20,000 divided by 204. That is equal to 98 point something, so it will come around 99. Now if you have a binary search on index, നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യുമ്പോൾ ഡാറ്റ ഫയൽ നേരിട്ടല്ല സെർച്ച് ചെയ്യുക, ആദ്യം ഇൻഡെക്സിലാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇൻഡെക്സ് ഓർഡേഡ് ആണ്. ഇൻഡെക്സ് ഓർഡേഡ് ആയതുകൊണ്ട് വി ക്യാൻ അപ്ലൈ ബൈനറി സെർച്ച് ഓൺ ഇൻഡെക്സ്. ദെൻ നമ്പർ ഓഫ് block access is equal to log 2 a number of index block entries. So that is സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റ് ഞാൻ ഫോണ്ടും മിക്സായി വരുന്നുണ്ട് ഒരു പ്രശ്നം. log 2 99. ഇപ്പോൾ log 2 99 ആകുമ്പോൾ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി log 2 2 raised to 5 32 6 ആണ്
2 raised to 6 64, 2 raised to 7 128. അപ്പോൾ 64 128 ഇടയിലാണ് 99 വരുന്നത്. സോ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2 raised to 7. സോ ഇറ്റ് ഈസ് 7. log 2 raised to 7 7. log a raised to x to the base a, that is equal to x. Okay, so number of block access needed is 7. അപ്പോൾ ആക്ച്വലി നമുക്ക് ഡാറ്റ റെക്കോർഡ്, അപ്പോൾ ഇൻഡെക്സിൽ സെർച്ച് ചെയ്യാനുള്ള ബ്ലോക്ക് ആക്സസുകളാണ് 7. അങ്ങനെ ഇൻഡെക്സ് സെർച്ച് ചെയ്താൽ നമുക്ക് എവിടെയാണ് ഡാറ്റ റെക്കോർഡ് എന്നുള്ള പോയിന്റർ കിട്ടും. പിന്നെ നമുക്ക് ആ ബ്ലോക്കിലും കൂടി ആക്സസ് ചെയ്യണം. ആ ഡാറ്റ റെക്കോർഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ബ്ലോക്കും കൂടി ആക്സസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാൽക്കുലേഷനിൽ നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് ഇൻ ബൈനറി സെർച്ച് നമ്മൾ ആക്ച്വൽ ഡാറ്റ ഫയലിലാണ് ബൈനറി സെർച്ച് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആ ആക്ച്വൽ റെക്കോർഡുള്ള ബ്ലോക്ക് തന്നെ കിട്ടും. അതേസമയം അതുകൊണ്ട് നമ്മൾ വേറൊന്നും ചെയ്തില്ല. 15 വിൽ ഇൻഡ് അപ്പ് ഹിയർ. ബട്ട് ഇവിടെ നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസിന് ഇൻഡെക്സ് ആണ് 7. ആ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് ആക്ച്വൽ ബ്ലോക്കിലേക്കുള്ള പോയിന്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ആക്ച്വൽ ബ്ലോക്കും കൂടി ആക്സസ് ചെയ്യണം. ഒരു +1 കൂടി വേണ്ടി വരും. അപ്പോൾ ടോട്ടൽ number of block access, that is number of block access, number of index block accesses plus 1. ആ 1 എന്ന് പറയുന്നത് ഡാറ്റ ബ്ലോക്ക്. അത് ഓൾവേസ് ഇറ്റ് വിൽ ബി 1 ബിക്കോസ് ഇൻഡെക്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആ ഡാറ്റ ബ്ലോക്കിലേക്കുള്ള പോയിന്ററാണ് കിട്ടുക. അപ്പോൾ ഒരു ഡാറ്റ ബ്ലോക്ക് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യേണ്ടതുള്ളൂ. ഈവൻ ഇഫ് യു ഹാവ് മൾട്ടി ലെവൽ ഇൻഡെക്സ് ഓൾസോ നമ്പർ ഓഫ് ഡാറ്റ ബ്ലോക്ക് വിൽ ബി ആക്സസിങ് വിൽ ബി ഓൺലി 1. ഒരു വാല്യൂ സെർച്ച് ചെയ്യുമ്പോൾ ഒരൊറ്റ ഡാറ്റ ബ്ലോക്ക് ആക്സസ് ചെയ്യുള്ളൂ. ബട്ട് ഇൻഡെക്സ് ബ്ലോക്കുകൾ ഓരോ ലെവലിലും വേറെ വേറെ ഇൻഡെക്സ് ബ്ലോക്കുകൾ ആക്സസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് 7 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബൈനറി സെർച്ച് ഡാറ്റ ഫയലിൽ യൂസ് ചെയ്താൽ ആവറേജ് നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് ഇസ് 15. whereas if you use a primary index, that is a single level index, average block access is 8. അപ്പോൾ 15 എന്നുള്ളത് 8 ആയിട്ട് ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. So this clearly illustrates indexing can improve search time. Okay, this clearly indicates indexing can improve search time. അപ്പോൾ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് തരാത്തതുകൊണ്ട് ഫയൽ ഓർഡേഡ് ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. പ്രൈമറി ഇൻഡെക്സ് ആണെന്നൊക്കെ നമ്മുടെ അസംഷൻ ആണ്. നിങ്ങൾക്ക് വേറെ സെക്കൻഡറി ഇൻഡെക്സ് അതൊക്കെ ഉപയോഗിക്കാം. ഏതായി ചെയ്താലും ഡെഫിനറ്റ്ലി സെർച്ച് ടൈം കുറവായിരിക്കും. ഇൻ കേസ് യു ആർ ഗെറ്റിംഗ് സെർച്ച് ടൈം മോർ ദെൻ ദർ ഇസ് സം മിസ്റ്റേക്ക് ഇൻ വാട്ട് യു ഹാവ് ഡൺ. ഓക്കെ, നമ്മളിന്ന് 2 പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ എക്സ്റ്റൻഷൻ ആണ്. ഇനിയും 1-2 പ്രോബ്ലംസും കൂടി ഉണ്ട്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രോബ്ലംസ് എളുപ്പമായിരിക്കും. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഐഡിയ ക്ലിയർ ആണെങ്കിൽ അടുത്ത പ്രോബ്ലവും എളുപ്പമായിരിക്കും. സോ ഐ തിങ്ക് ഇപ്പോൾ ടൈം ഏകദേശം വി ആർ അറൗണ്ട് 50 minutes. അപ്പോൾ അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 1 hour ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കറക്റ്റായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഈവൻ ഇഫ് യു ആർ ക്ലിയർ അബൌട്ട് ദ സൊല്യൂഷൻ ഓൾസോ അറിയിക്കുക. കാരണം നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ഉണ്ടോ ഇല്ലയെന്ന് ചിലർ അറിയിക്കാൻ മടിയുണ്ടാവും. You just inform if it's clear. If it's not clear, what is not clear, please inform. അപ്പോൾ അടുത്ത പ്രാവശ്യം അതൊന്ന് ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അതല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ചെറിയ ഡൗട്ടുകളാണെങ്കിൽ വി വിൽ സെൻഡ് എ റിപ്ലൈ മെസ്സേജ്. ഓക്കെ, അടുത്ത 2 പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, വിൽ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.